ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലൈവ് അല്ല, ഇങ്ങനെ വീഡിയോയിലൊരു നേരിട്ട് വന്ന ഒരു ഒരു പ്രസന്റേഷൻ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. വോയിസ് കൊണ്ടും പലപ്പോഴും ഷോർട്ട് വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ കണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ. കാരണം ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് തോന്നി ഇത് ചെയ്യണമെന്ന്. കാരണം പലർക്കും ഇതിനെപ്പറ്റിയുള്ള ഒരു അജ്ഞതയുണ്ട്. നമ്മൾ ക്യാപ്ഷനിൽ കണ്ട പോലെ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് വലിയ മഹാസംഭവമാണ്. ഇത് നമ്മുടെ വീടും കുടുംബവും എല്ലാം അവർ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ ഒരു മിഥ്യാധാരണ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു ധാരണ കുറേ ആൾക്കാർക്കുണ്ട്. ഇൻകം ടാക്സ് ആയതുകൊണ്ട് മഹാസംഭവമാണ്. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇൻകം ടാക്സ് ഫയൽ ചെയ്തുകൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉള്ളൂ, ഒരു ദോഷമില്ല. കള്ളത്തരം കാണിക്കുന്നവർക്ക് ദോഷം കാണും. പക്ഷെങ്കിൽ നേരെ പോ എന്നുള്ളവർക്കും നേരായ രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കും ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. അത് ചെറിയ ഗുണമല്ല, വലിയ ഗുണം. അത് വഴിയെ ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പം നമുക്ക് ഇത് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അജ്ഞത മാറുക എന്നുള്ളതും ഒരു അവയർനെസ് വരുത്തുക എന്നുള്ളതും മാത്രമാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ട്രേഡിങ്ങിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 3 വർഷം കഴിഞ്ഞു, 4-ാമത്തെ വർഷമായത്. അപ്പം കഴിഞ്ഞ 3 വർഷം ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്. എനിക്ക് അറിയത്തില്ല അതിനെപ്പറ്റി. പക്ഷേ ഇത് പിന്നെ ഒരു പ്രാവശ്യം ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായതും. പിന്നെ അടുത്ത വർഷം സമയമാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ. കാരണം അത്രയ്ക്ക് ഗുണമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടി. അതാണ്. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് വഴി പോകാം. പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എന്നാൽ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ NRIസിനോടാണ് എനിക്ക് കൂടുതലും പറയാനുള്ളത്. കാരണം അവർക്കാണെങ്കിൽ ഒത്തിരി എക്സംഷൻസ് ഒന്നും നമ്മുടെ സാധാരണ നോർമൽ റെസിഡൻസിനെ പോലെ ഉള്ള പിന്നെ എക്സംഷൻസ് ഒന്നും അവർക്ക് NRIസിന് അത്ര വലുതായിട്ട് കിട്ടത്തില്ല. കാരണം നമുക്കാണെങ്കിൽ ഇപ്പം ഇന്ത്യൻ റെസിഡൻസിനാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് 2.5 ലക്ഷം രൂപ വരെ എക്സംഷൻ ഉണ്ട്. ഇപ്പം പുതിയ റെജീമിൽ ഏകദേശം 7.5 ലക്ഷം രൂപ വരെ നമുക്ക് സെറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ്സ് വരുത്തി ചെയ്യാൻ 7.5 ലക്ഷം രൂപ വരെ വേവർ നമുക്ക് പുതിയ റെജീമിനകത്തിലുണ്ട്. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നത്. പക്ഷേ NRIസിന് ആകെ പോകുക എന്തൊക്കെ എന്ന് പറഞ്ഞാൽ ആകെ 1 ലക്ഷം രൂപയുടെ ഇത് മാത്രമേ വേവർ മാത്രമേ ഉള്ളൂ. 1 ലക്ഷം രൂപയുടെ ഒരു എന്താ പറയുന്നത് ഒരു എക്സംഷൻ ലിമിറ്റ് നമുക്ക് NRIസിനുണ്ട്. ബാക്കി ഇവർക്ക് നമ്മൾ ടാക്സ് കൊടുക്കണം. പക്ഷെങ്കിൽ ആ ടാക്സിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത്. അത് വേറെ വളഞ്ഞ വഴിയൊന്നുമല്ല, നേരായ രീതിയിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള. നമ്മളെല്ലാവരും ഈ NRIസും ഇവിടെ ഉള്ള ലോക്കൽ മീൻസ് നമ്മുടെ റെസിഡൻസും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യുന്നവരാണ്. അതിൽ കൂടുതൽ നമ്മൾ F&O ചെയ്യുന്നവരാണ്. ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്യുന്നവരാണ്. ഓക്കെ. അപ്പോൾ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ചെയ്യുമ്പം കൂടുതലും സെബിയുടെ ഇപ്പോഴത്തെ പുതിയ കണക്കും പ്രകാരം 100-ൽ 90 പേരും നഷ്ടം വരുത്തുന്നവരാണ്. 10 പേരാണ് അതിനകത്ത് ലാഭം ഉണ്ടാക്കുന്നതാണ് സെബിയുടെ പുതിയ കണക്ക്. അപ്പോൾ ഈ 90 ഗണത്തിൽപ്പെടുന്നവരായിരിക്കും നമ്മളിൽ ഓരോരുത്തരും എന്ന് നമ്മളങ്ങ് വിചാരിച്ചു. ചിലപ്പം 10ന്റെ ഗണത്തിൽപ്പെടുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. അപ്പം സാധാരണഗതിയിൽ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് പഠിക്കുമ്പോൾ എന്തായാലും ആദ്യം ലോസ് വരും. ഇപ്പൊ എന്നെ കേൾക്കുന്നതിൽ ഭൂരിഭാഗം ഒരു 95% ആൾക്കാരും ലോസ് വരുത്തിയവരായിരിക്കും. കാരണം ലോസ് വരുത്തിയെങ്കിൽ നമുക്കിത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ലോസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ലോസിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കത്തുള്ളൂ. എത്രയാന്ന് പറഞ്ഞാലും നമ്മൾ ഈ തിയറി പഠിച്ചിട്ട് പ്രാക്ടിക്കൽ അല്ലാതെ തിയറി പഠിക്കുന്ന പോലെയാണ്. മനസ്സിലായോ? അപ്പോൾ തിയറി നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങൾ വരും. അത് തന്നെയാണ് ആ സെയിം പ്രശ്നം തന്നെയാണ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലും ഉള്ളത്. അപ്പം നമുക്ക് പറഞ്ഞ് കാട് കയറി പോകുന്നു. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്ക് പലർക്കും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ നഷ്ടം നല്ലപോലെ നേരിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ധരിക്കുന്നത്, നഷ്ടം വന്നു അതുകൊണ്ട് ഞാൻ എന്തിനാ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്, പിന്നെ ആ കാശുള്ള CA-കാരൻ എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു ധാരണയാണ് നമുക്ക്. പക്ഷേ ആ ധാരണ വളരെ തെറ്റാണ്. അപ്പം നിങ്ങൾ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് NRIസിന് മാത്രമല്ല, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന എല്ലാവരോടും കൂടെ ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. നിങ്ങൾക്ക് നഷ്ടമാണെങ്കിലും, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ നഷ്ടമാണെങ്കിലും, 2 ലക്ഷം രൂപയാണെങ്കിലും, 3 ലക്ഷം രൂപയാണെങ്കിലും, 5 ലക്ഷം ആയാലും, 10 ലക്ഷം രൂപയായാലും, 15 ലക്ഷം രൂപയായാലും നിങ്ങൾ ഇൻകം ടാക്സ് നിങ്ങളുടെ ലോസ് ഫയൽ ചെയ്യണം. അതിന്റെ കാരണം ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ
ഇപ്പം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഇപ്പം നമ്മളിത് പഠിക്കുകയാണല്ലോ, ഓരോ വർഷങ്ങളും കഴിയുന്നതോറും ഇങ്ങനെ പഠിച്ച് വരികയാണ്. അപ്പോൾ ചിലപ്പോൾ 1, 2, 3 വർഷമൊക്കെ ചിലപ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും. പിന്നെ നമ്മൾ ഈ പഠിച്ച പാഠങ്ങളിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ഒക്കെ കറക്റ്റ് ആക്കി, ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ കേൾക്കുന്നുണ്ടായിരിക്കും, അവർക്കിപ്പം കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പൊ നമ്മളിപ്പം പതുക്കെ ലോസിൽ നിന്ന് കരകയറി, ഇപ്പൊ ലോസും ഇല്ല ലാഭവും ഇല്ല, ആ രീതി വന്നു. പിന്നെ പതുക്കെ ചെറിയ രീതിയിൽ നമ്മൾ ലാഭത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സാധാരണ ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ സംഭവിക്കാറുള്ളത്. അങ്ങനെയാണ്. അപ്പം നമ്മൾക്ക് നാളെ, നമ്മൾ ശുഭാപ്തി വിശ്വാസക്കാരാണ് നമ്മളെല്ലാവരും. അപ്പം അടുത്ത വർഷം ഒരു പക്ഷെങ്കിൽ നമുക്ക് ലാഭം ഉണ്ടായാൽ നമ്മൾ ഈ ലാഭത്തിന്റെ പിന്നെ ഇൻകം ടാക്സ് നമ്മൾ കൊടുക്കണം. NRIs ആണ് പ്രത്യേകിച്ച് കൊടുക്കണം. നമുക്ക് എക്സംഷൻ ഒന്നുമില്ല. ലോക്കൽ മീൻസ് റെസിഡൻസ് ആണ്, ഇന്ത്യൻ റെസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവരും അവരുടെ റെജിം അനുസരിച്ചുള്ള ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ ലോസ് ഫയൽ ചെയ്താൽ നമുക്ക് അടുത്ത 8 വർഷത്തേക്ക്, നിങ്ങൾ എത്രയാണോ ലോസ് ഓരോ വർഷം ഫയൽ ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അടുത്ത 8 വർഷത്തിനകം നിങ്ങൾക്ക് ലാഭം ഉണ്ടായാൽ നിങ്ങൾക്ക് അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വർഷം ഞാൻ 5 ലക്ഷം രൂപ നഷ്ടം ഉണ്ടാക്കി. അങ്ങനെ വിചാരിച്ചു, 5 ലക്ഷം രൂപ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നഷ്ടം ഉണ്ടാക്കി. ഞാൻ എൻ്റെ ഇൻകം ടാക്സ് ITR ഫയൽ ചെയ്തു. അടുത്ത വർഷം അപ്പോൾ ഫയൽ ചെയ്തു. അപ്പോൾ ഈ 5 ലക്ഷം രൂപയുടെ നഷ്ടം അടുത്ത 8 വർഷത്തേക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ്. അടുത്ത 8 വർഷത്തേക്ക് ക്യാരി ഫോർവേഡ്. അപ്പോൾ അടുത്ത 8 വർഷം വരെ എനിക്ക് എന്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ നിന്ന് എന്ത് ലോസ് ഉണ്ടായാലും ലാഭം ഉണ്ടായാലും നമുക്ക് ഈ ലോസ് കിഴിച്ചുള്ള ലാഭം മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതി. അതായത് കണക്ക് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് 5 ലക്ഷം രൂപ ഈ വർഷം ലോസ് ഉണ്ടായി, അടുത്ത വർഷം നമുക്ക് 5 ലക്ഷം രൂപ ലാഭം ഉണ്ടായാൽ നമ്മൾ അടുത്ത വർഷം 1 രൂപ പോലും ടാക്സ് അടയ്ക്കേണ്ട. കാരണം ഈ കഴിഞ്ഞ വർഷം വന്ന നഷ്ടം ഈ വന്ന ലാഭത്തിനെ സെറ്റ് ഓഫ് ചെയ്ത് അത് ന്യൂട്രലായി പോകും. നമ്മൾ 1 രൂപ പോലും അടയ്ക്കേണ്ട. ഇനി 6 ലക്ഷം രൂപ ലാഭം ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപയുടെ ടാക്സ് മാത്രം നമ്മൾ അടച്ചാൽ മതി. അല്ല 4 ലക്ഷം രൂപയാണ് ലാഭം ഉണ്ടായെങ്കിൽ ബാക്കി നമ്മൾ 1 രൂപ പോലും അടയ്ക്കേണ്ട. വീണ്ടും നമുക്ക് 1 ലക്ഷം രൂപ ബാക്കി നിൽപ്പുണ്ട്, നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? അതൊന്ന്. ഈ കാര്യം നമ്മൾ അപ്പം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന്റെ ഇൻകം ടാക്സ് ഫയൽ കാര്യം മനസ്സിലായല്ലോ. അപ്പം നമുക്ക് അടുത്ത 8 വർഷത്തേക്ക് നമുക്കിത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്നവർ തന്നെ സിംഗ് ട്രേഡ് അല്ലെ ലോങ് ടേം പിന്നെ സ്റ്റോക്ക് വാങ്ങിച്ച് വിൽക്കുന്നവർ, അല്ലെ ഷോർട്ട് ടേമിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവർ കാണും. ശരിയല്ലേ? നമ്മൾ തന്നെ, ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരും എന്ത് ചെയ്യും, നമുക്ക് ഒരു സൈഡിൽ കൂടെ ആണ് ഓപ്ഷൻ ആൻഡ് ട്രേഡ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നടത്തുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ ഷെയർ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഈ വർഷം ഇപ്പം NRIസിനാണെങ്കിൽ പ്രത്യേകം നിങ്ങൾ NRIs ശ്രദ്ധിക്കണം. NRIs ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പം സ്റ്റോക്കിനകത്തിൽ സ്റ്റോക്ക് ഷെയറുകൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുമ്പം നിങ്ങളുടെ ബ്രോക്കർ, എൻ്റെ ബ്രോക്കർ ആണെന്നുണ്ടെങ്കിൽ, ബ്രോക്കറിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ബ്രോക്കർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പം പേ ഔട്ട് ചോദിക്കുന്നു, ഏത് സമയത്താണോ ഞാൻ പേ ഔട്ട് ചോദിക്കുന്നത്, അപ്പോഴൊക്കെ ഇവര് 15% ടാക്സ് കട്ട് ചെയ്തിട്ട് മാത്രമേ എനിക്ക് പേ ഔട്ട് തരത്തുള്ളൂ. എൻ്റെ ബ്രോക്കർ. നിങ്ങളുടെ ബ്രോക്കർ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഓരോരുത്തർക്കും വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കും. പക്ഷെങ്കിൽ സാധാരണഗതിയിൽ NRIs ട്രേഡ് ചെയ്യുമ്പോൾ അവർ പേ ഔട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പം അന്ന് വരെ എന്നാണ് പേ ഔട്ട് ചോദിക്കുന്നത് അന്ന് വരെയുള്ള നിങ്ങളുടെ ലാഭം നോക്കിയിട്ട്, എത്ര രൂപയാണ് റണ്ണിങ് ലാഭം, ആ ലാഭം നോക്കിയിട്ട് അതിൻ്റെ 15% കട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പേ ഔട്ട് തരത്തുള്ളൂ. ഇപ്പം നമുക്ക് ഇപ്പം 2 ലക്ഷം രൂപ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് 2 ലക്ഷം രൂപ കിടപ്പുണ്ട്. ഓക്കെ, നമ്മൾ നാളെ 1.5 ലക്ഷം രൂപയ്ക്ക് പേ ഔട്ട് ചോദിച്ചു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ നമുക്ക് പേ ഔട്ട് തരും. പക്ഷെങ്കിൽ അന്നേരം വരെ കറണ്ട് എത്രയാണോ നമ്മുടെ ലാഭം, നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ലാഭം നിൽക്കുന്നത്, ആ ലാഭത്തിന്റെ 15% കട്ട് ചെയ്തിട്ട് മാത്രമേ അവര് നമുക്ക് അപ്പൊ തന്നെ അവർ കട്ട് ചെയ്ത് TDS കട്ട് ചെയ്ത് അവർ സർക്കാർ തന്നെ കൊടുക്കുന്നത്. പക്ഷെ NRIസിന് 15% ഫിക്സ്ഡ് ആയതുകൊണ്ട്, ഷോർട്ട് ടൈം ടാക്സ് ഫിക്സ്ഡ് ആയതുകൊണ്ട് 15% അവർ കട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പേ ഔട്ട് തരത്തുള്ളൂ. അപ്പോൾ എപ്പോൾ പേ ഔട്ട് ചോദിക്കും എന്തെങ്കിലും 15% കട്ട് ചെയ്ത് അവർ TDS ആയിട്ട് പോകും, നമുക്ക് പേ ഔട്ട് തരികയും ചെയ്യും. അങ്ങനെ പല പ്രാവശ്യം ആകുമ്പോൾ നമ്മുടെ TDS പല പ്രാവശ്യം ഇവർ പിടിക്കുന്നുണ്ട്, സർക്കാരിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെങ്കിൽ അപ്പൊ നമ്മളിതൊന്നും അറിയുന്നില്ല. ചിലർക്ക് അജ്ഞത ആയിരിക്കും, ചിലർക്ക് ഇതറിയാമായിരിക്കും. ചില സാഹചര്യങ്ങൾ ഇപ്പോൾ പക്ഷെങ്കിൽ റെസിഡൻസിന്, നമ്മുടെ ഇന്ത്യൻ റെസിഡൻസിന് അങ്ങനെയില്ല. പേ ഔട്ട് ചോദിച്ചാൽ പേ ഔട്ട് ഒരു കട്ടിങ് ഒന്നും ഇല്ല. പക്ഷെ നിങ്ങൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലൂടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഇയർ, ഇപ്പൊ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ 5 ലക്ഷം രൂപ നഷ്ടം വന്നു. ഓക്കെ, 5 ലക്ഷം രൂപ നഷ്ടം വന്നു. നിങ്ങൾക്ക്
ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് നിങ്ങൾക്ക് ഏഹ്, ഏഹ്, നാല് 4 ലക്ഷം രൂപ ലാഭം കിട്ടി എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് 4 ലക്ഷം രൂപ ഷെയർ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് ലാഭം കിട്ടി. 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് നഷ്ടം വന്നു. നിങ്ങൾ 1 രൂപ പോലും ഇൻകം ടാക്സ് അടയ്ക്കേണ്ടി വരത്തില്ല. ബാക്കി 1 ലക്ഷം രൂപ വീണ്ടും 1 ലക്ഷം രൂപയുടെ അപ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ലോസാ കറണ്ട് ഇയറിൽ. അതായത് 5 വർഷം 5 ലക്ഷം രൂപ നഷ്ടം, 4 ലക്ഷം രൂപ സ്റ്റോക്ക് വിറ്റ് ലാഭം. അപ്പോൾ ബാക്കി 1 ലക്ഷം രൂപ വീണ്ടും നഷ്ടമാണ്. ഈ 1 ലക്ഷം രൂപ വീണ്ടും നിങ്ങൾക്ക് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് 1 രൂപ പോലും ടാക്സ് കൊടുക്കുകയും വേണ്ട. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതുപോലെ തന്നെ ഈ F&O ഇപ്പം ഈ നമ്മുടെ റെസിഡൻസിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം NRIs ഞങ്ങളിവിടെ ജോലി ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ അവിടെ ലോക്കലി നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന് കൂടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് കാണും, അല്ലെ എന്തെങ്കിലും കടയോ സംരംഭമോ എന്തെങ്കിലും പരിപാടികൾ കാണും. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് നിങ്ങൾക്ക് ഈ F&Oയുടെ പിന്നെ ഈ നഷ്ടവുമായിട്ട് നിങ്ങൾക്ക് തട്ടിക്കിഴിച്ച് അത് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മൊബൈൽ കട ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു മൊബൈൽ കട ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഓക്കെ ഇപ്പോൾ ഒരു വർഷം നിങ്ങൾ മൊബൈൽ വിട്ടിന് അതിനകത്ത് 3 ലക്ഷം രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടി എന്ന് വിചാരിച്ചു. 3 ലക്ഷം രൂപ ലാഭം കിട്ടി. നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് F&Oയിൽ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം നഷ്ടം വന്ന് വിചാരിച്ചു. ബാക്കി നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തമ്മിൽ കൂട്ടുമ്പോൾ 1 ലക്ഷം രൂപ ലാഭം. ഓക്കെ, ഈ ലാഭത്തിന് നിങ്ങൾ 1 രൂപ പോലും ആ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ടാക്സ് അടച്ച, പക്ഷേ 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ടാക്സ് അടക്കണ്ട. കാരണം എക്സംഷൻ ഉണ്ട്. നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വരെ ടാക്സ് 1 രൂപ പോലും കൊടുക്കണ്ട. പക്ഷെ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ F&Oയിൽ നഷ്ടം കൂടുതലും നിങ്ങൾക്ക് അവിടെ പിന്നെ ഈ കട നടത്തി അത് കുറച്ച് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ സെറ്റ് ഓഫ് ചെയ്തിട്ട് അത് കുറവുള്ളത് അടുത്ത വർഷത്തേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് 1 രൂപ പോലും 1 രൂപ പോലും ടാക്സ് കൊടുക്കണ്ട. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായി, അതായത് നമ്മൾ കൃത്യമായി സർക്കാരിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് നമ്മുടെ സ്വത്ത് വിവരങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻകം ടാക്സിന് കിട്ടുന്ന ഒറ്റ പേപ്പർ മാത്രം മതി. ഇപ്പം ഫ്യൂച്ചറിലൊക്കെ നമ്മൾ ഈ വിദേശങ്ങളിലോട്ടൊക്കെ നമ്മൾ ഈ മൈഗ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഒക്കെ അവർ ഇത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണോ, ഉണ്ടെങ്കിൽ എൻ്റെ പേപ്പർ കൊണ്ടുവരാൻ പറയും. മനസ്സിലായി? ഈ ഇൻകം ടാക്സ് അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് പല മേഖലകളിൽ പല ഉപകാരങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ലാഭമായാലും നഷ്ടമായാലും നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. അത്യാവശ്യം പിന്നെ ഒരു 2000-3000 രൂപയെ അത് അത്രയ്ക്കേ ആകത്തുള്ളൂ നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഒരു CA കാർഡിന് കൊടുക്കേണ്ട പൈസ ഇത്. അപ്പം നമ്മൾ ആ 2000-3000 ലാഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് നഷ്ടമാണല്ലോ അതുകൊണ്ട് ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടായല്ലോ എന്നുള്ള മിഥ്യാധാരണ ആർക്കും വേണ്ട. നിങ്ങൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലാഭം അല്ല നഷ്ടം നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിന്റെ ആ സംശയങ്ങൾ നിങ്ങൾക്ക് മാറി കിട്ടിയല്ലോ. ഓക്കെ, അപ്പം ഏതൊരു ബിസിനസ് ലാഭത്തിന് F&Oയുടെ നഷ്ടം കൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നഷ്ടമാണ് തമ്മിൽ കൂട്ടുമ്പോൾ നഷ്ടമാണെങ്കിൽ ആ നഷ്ടം നമുക്ക് അടുത്ത വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അതുകൊണ്ട് എല്ലാവരും F&O ചെയ്യുന്നവരെല്ലാവരും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പിന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം. ഇനി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഒന്നും ആരും ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഷെയർ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്കും നിങ്ങൾക്ക് ഇപ്പം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷത്തിൽ കൂടുതൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയും അത് വിൽക്കുകയും ചെയ്യുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. അതിന് 10% നിങ്ങൾ ടാക്സ് കൊടുക്കണം. ഷോർട്ട് ടേം ആണെങ്കിൽ, അതായത് 1 വർഷത്തിന്റെ താഴെ നിങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വരുമാനത്തിന്, അതിന്റെ ലാഭത്തിന്റെ 15% നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് ലോങ് ടൈമിൽ പിന്നെ ലാഭം കിട്ടുകയും ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് നഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ലോങ് ടൈം 1.5 വർഷം 2 വർഷം കൊണ്ട് ഞാനൊരു ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്കൊരു 5 ലക്ഷം രൂപ എനിക്ക് ലാഭം കിട്ടും. ഓക്കെ, നിങ്ങൾ ഷോർട്ട് ടേം ചെയ്തു, വലിയ ഹ്യൂജ് ചെയ്യുന്നവരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഷോർട്ട് ടേം നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് ഒരു 6 ലക്ഷം രൂപ നഷ്ടം വന്നെങ്കിൽ നിങ്ങൾക്ക് ഈ 5 ലക്ഷം ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അതിൽ 1 രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 8 വർഷത്തേക്ക് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അടുത്ത വർഷം നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലാഭം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഈ വർഷം ഇപ്പം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനകത്ത് ഷോർട്ട് ടൈം ചെയ്ത് നിങ്ങൾക്ക് നഷ്ടം വന്നു, 2 ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടം വന്നു, അല്ലെങ്കിൽ 3 ലക്ഷം നിങ്ങൾക്ക് നഷ്ടം വന്നെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഗെയിന് ഈ ലോസുമായിട്ട് നിങ്ങൾക്ക് തട്ടിക്കിഴിച്ച് നിങ്ങൾക്ക് അതിന്റെ മിച്ചം മാത്രം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് വീണ്ടും നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അതും ഈ പറഞ്ഞ പോലെ തന്നെ 8 വർഷത്തേക്ക് നമുക്ക്
സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ? കാര്യം പറഞ്ഞ് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പം നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത് 10.4 10%, 4.4% സെസ്. STCG അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസും ഇത് 15%. അതിലൂടെ ഒരു 6% സെസ് അതിനോട് വരും. പിന്നെ നമുക്ക് ഡിവിഡൻഡ് കിട്ടും. ഡിവിഡൻഡ് കിട്ടുകയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡിവിഡൻഡിന് നമ്മൾ ടാക്സ് കൊടുത്തേ ഒക്കത്തുള്ളൂ. ഡിവിഡൻഡ് NRIസിന് ഡിവിഡൻഡ് 20% പ്ലസ് 0.8 എന്ത് സെസ് അതിനുണ്ട്. അങ്ങനെ ഡിവിഡൻഡിന് നമ്മൾ ടാക്സ് കൊടുത്തേ ഒക്കത്തുള്ളൂ. അത് കട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് NRIസിന് ഈ പറയുന്ന പോലെ ലോക്കൽ ബോഡീസിന്, ലോക്കൽ അവിടെ റെസിഡൻസിന് 2.5 ലക്ഷം രൂപയാണ് ഇൻകം ടാക്സിന്റെ പിന്നെ എക്സംഷൻ ഉള്ളത്. പിന്നെ അതിപ്പം പുതിയ റെജീം വന്നപ്പോൾ അതിന് പുതിയ കുറെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 7.5 ലക്ഷം രൂപ വരെ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാനുള്ള എക്സംഷൻ കിട്ടാനുള്ള മാർഗമുണ്ട്. അതൊക്കെ നിങ്ങൾ കൂടുതൽ CAയോട് ചോദിച്ച് മനസ്സിലാക്കുക. അത്രയ്ക്കൊക്കെ വലിയ നിങ്ങൾക്ക് വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് ഞാനത് വിടുന്നു. നമുക്ക് NRIസിന് ആകെ 1 ലക്ഷം രൂപയേ ഉള്ളൂ എക്സംഷൻ ആകെ നമുക്ക് 1 ലക്ഷം രൂപയേ ഉള്ളൂ. അവർക്ക് 2.5 ലക്ഷം 5 ലക്ഷം 7 ലക്ഷം കിട്ടുമ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എക്സംഷൻ. ആ എക്സംഷന് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് F&Oയിൽ നഷ്ടം വന്നാൽ ഈ വർഷം തന്നെ, അതായത് കറണ്ട് ഇയറിൽ F&O നഷ്ടവും പിന്നെ ലോങ് ടൈമിൽ ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടൈമിൽ ക്യാപിറ്റൽ ഗെയിനോ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ടാക്സ് കൊടുക്കേണ്ടി വരത്തില്ല. F&Oയുടെ നഷ്ടം അതിനകത്തിൽ തട്ടിക്കിഴിച്ചിട്ട് ബാക്കി വരുന്നത് നഷ്ടമാണെന്നുണ്ടെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം. അല്ല പിന്നെ ലാഭമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ബാക്കിയുള്ളത് നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഇതിനകത്ത്. നമുക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു വലിയൊരു വേറൊരു ഗുണമുണ്ട്. ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ബ്രോക്കർ നമ്മുടെ TDS ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കട്ട് ചെയ്യുന്ന പറയുന്നില്ലേ, ഈ പറയുന്ന കട്ട് ചെയ്യുന്ന പൈസ മുഴുവൻ നമുക്ക് റീഫണ്ട് കിട്ടും. ഇപ്പം ഞാൻ 10 ലക്ഷം രൂപയുടെ എനിക്ക് എന്റെ ബ്രോക്കറിന്റെ അക്കൗണ്ടിൽ എനിക്ക് 10 ലക്ഷം രൂപയുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു. 10 ലക്ഷം രൂപയുടെ. അപ്പൊ ഞാൻ ട്രേഡ് ചെയ്യുന്നു, ലാഭം ഉണ്ടാക്കുന്നു, പിന്നെ ലാഭം ഇടയ്ക്ക് പേ ഔട്ട് ചോദിക്കുന്നു. അപ്പം ബ്രോക്കർ അപ്പം അതിന്റെ 15% കട്ട് ചെയ്യുന്നു, ലാഭത്തിന്റെ 15% കട്ട് ചെയ്യുന്നു, ബാക്കി നമുക്ക് പേ ഔട്ട് തരുന്നു. വീണ്ടും നമ്മൾ അങ്ങോട്ട് ഇടുന്നു, വാങ്ങിക്കുന്നു. നമ്മൾ പൈസ ഇടുകയും കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ അങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ ഓരോ പ്രാവശ്യം പേ ഔട്ട് ചോദിക്കുമ്പോഴും NRIസിന്റെ കേസിൽ അവർ 15% ടാക്സ് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു. ഇത് TDS ആയിട്ട് സർക്കാരിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പൈസ മുഴുവൻ തിരിച്ചു കിട്ടും. എങ്ങനെ തിരിച്ചു കിട്ടും? നമ്മൾ ഓൾറെഡി ഇപ്പോൾ F&O നമുക്ക് ലോസ് വന്നു. ഓക്കെ, പിന്നെ നമ്മൾ ട്രേഡ് ചെയ്ത് നമ്മൾ ഷെയർ ട്രേഡ് ചെയ്ത് നമുക്ക് 4 ലക്ഷം രൂപ ലാഭം കിട്ടി. ഓക്കെ, 4 ലക്ഷം രൂപ ലാഭം കിട്ടി, 5 ലക്ഷം രൂപ F&O നഷ്ടം വന്നു. അപ്പം പോയിട്ട് പിന്നെ 1 ലക്ഷം രൂപ നമുക്ക് നഷ്ടമാണ്, ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പിടിച്ച TDS മുഴുവൻ നമുക്ക് റീഫണ്ട് തരും. കാരണം നമുക്ക് സെറ്റ് ഓഫ് ചെയ്തു, നമുക്ക് ഷെയർ വിറ്റ് 4 ലക്ഷം രൂപ ലാഭം കിട്ടിയെങ്കിലും നമ്മൾ ആ പൈസ F&Oക്കകത്ത് നഷ്ടം സെറ്റ് ഓഫ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ 1 രൂപ പോലും ടാക്സ് അടക്കേണ്ട കാര്യമില്ല. എല്ലാം കൂട്ടി കഴിക്കുമ്പോൾ നമ്മൾ പൈസ ടാക്സ് അടയ്ക്കേണ്ടി വരത്തില്ല. അപ്പൊ നമ്മുടെ ഈ എക്സസ് പിടിച്ച TDS എന്ത് ചെയ്യും? നമുക്ക് ഈ പൈസ മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടും, റീഫണ്ട് കിട്ടും. പണ്ടൊക്കെ റീഫണ്ട് കിട്ടാൻ 5, 6, 7 മാസം പിടിക്കാറുണ്ട്. ഇപ്പം 2, 3 ആഴ്ച, മാക്സിമം 1 മാസം കൊണ്ടൊക്കെ നമുക്ക് TDS കിട്ടും. ഇങ്ങനെ നമുക്ക് TDS എനിക്ക് അങ്ങനെ TDS തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എമൗണ്ട് എന്ന് ഞാൻ പറയുന്നത് നല്ല വലിയ എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നഷ്ടം വന്ന് സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇതുപോലെ ബ്രോക്കർ പൈസ പിടിച്ചു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ബ്രോക്കറോട്. അപ്പോൾ ബ്രോക്കർ പറഞ്ഞു, നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും പറഞ്ഞു. കറക്റ്റാ. ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ശരിയാണ്, ഞാൻ ഈ പിടിച്ച പൈസ മുഴുവൻ എനിക്ക് റീഫണ്ട് കിട്ടി. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ പിടിച്ച, പ്രത്യേകിച്ച് NRIs, നിങ്ങളുടെ തൊഴിലിന് പിടിക്കുന്നതിനെല്ലാം 15% ടാക്സ് നിങ്ങളുടെ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ കോൺട്രാക്ട് നോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇടയ്ക്കറിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ലെഡ്ജർ എടുത്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, നിങ്ങളുടെ പൈസ എന്ന് മാത്രമേ കട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ഈ കട്ട് ചെയ്ത പൈസയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ പിന്നെ സ്ലാബിനകത്ത് NRIസിനാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ പിന്നെ F&O നഷ്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ല പ്രീവിയസ് ഇയറിൽ നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയറിൽ F&O കൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഷോർട്ട് ടൈം ഗെയിം കൊണ്ട്, ലോങ് ടൈം കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ കറണ്ട് ഇയറിൽ അതാത് വർഷം നിങ്ങൾക്ക് F&Oയും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ ആയിട്ട് നിങ്ങൾക്കത് തട്ടിക്കിഴിച്ചിട്ട് ബാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിടിച്ച കാശ് മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് NRIs എല്ലാം സൂക്ഷിക്കുക. നിങ്ങളുടെ അജ്ഞതയാണ് നിങ്ങളുടെ പൈസ പിന്നെ പോകുന്നത് നിങ്ങൾ പോലും അറിയത്തില്ല. അതുകൊണ്ട്
എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ വരുന്ന ജൂലൈ 31 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. ജൂലൈ 31 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് പിന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പം ഇത് ഞാൻ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് എൻ്റെ ഒരു പിന്നെ CA ഉണ്ട്. അദ്ദേഹം നമ്മുടെ പിന്നെ നമ്മുടെ ഓഹരി കൂടി ഗ്രൂപ്പില്ലേ, അതിന്റെ മോഡറേറ്റർ കൂടാണ് അദ്ദേഹം. അപ്പം അദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ പേര് പിന്നെ CA എബ്രഹാം ജോസഫ് സാർ. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ CA. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പുള്ളിയുടെ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആർക്ക് ഞാൻ പുള്ളിയുടെ പോകണമെന്ന് പറയുന്നില്ല, നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ നിയറസ്റ്റ് ആരാണോ അടുത്തുള്ളത് ആ ആളെ സമീപിച്ചിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ശ്രമിക്കുക, എവിടെയാണെങ്കിലും. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പം പിന്നെ കറക്റ്റായിട്ടുള്ള ഫോം, ഏത് ITR ഏത് ഫോമിലാണ് ചെയ്യേണ്ടത്. നമ്മൾ ഷെയർ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട്, ട്രേഡിങ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ITR 3 ആണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്, അല്ലാതെ മാറിപ്പോകരുത്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും CA സമീപിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ള, അതായത് ഷെയർ മാർക്കറ്റിംഗ് ട്രേഡിങ്ങുമായിട്ട് ഒത്തിരി CA-കാരുണ്ടല്ലോ, എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരായിരിക്കുന്നില്ല. അപ്പൊ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന CA-കാരെ സമീപിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അവർക്ക് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ശരിക്കും അറിയാൻ പറ്റും, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പിന്നെ നിങ്ങൾ അങ്ങനെയുള്ളവരെ സമീപിച്ചിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. ഇത് ഒരിക്കലും നഷ്ടമല്ല, നിങ്ങൾക്ക് ലാഭം മാത്രമേ ഉണ്ടാക്കിയെടുത്തുള്ളൂ. നിങ്ങളുടെ പിന്നെ ബിസിനസ് സെക്യൂർ ആകാൻ ഏറ്റവും ഒരു മെയിൻ കാരണം ഇത് തന്നെ ആയിത്തീരും, ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്. കാരണം നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ED ഒക്കെ കറങ്ങി നടക്കുന്ന കാലമാണ്, മനസ്സിലായി. നമ്മൾ എന്തൊരു സാധനം വാങ്ങിച്ചാലും വിറ്റാലും നമ്മുടെ പാൻ കാർഡ് വഴിയാണ് എല്ലാ ട്രാൻസാക്ഷൻ നടക്കുന്നത്. എന്ത് സാമ്പത്തിക ഇടപാട് നടത്തിയാലും പാൻ കാർഡ് വഴിയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ വിചാരം നിങ്ങൾ നടത്തുന്ന ഒരു കാര്യങ്ങളും അവരറിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അത് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻകം ടാക്സിന്റെ സൈറ്റിൽ പോയിട്ട് അവിടെ AIS ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ പേരിൽ നടന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം നമുക്കൊരു ധാരണയുണ്ട് നമ്മൾ ചെയ്യുന്നതൊന്നും ആരും അറിയുന്നില്ലെന്ന്. അത് തെറ്റാണ്. ഇൻകം ടാക്സ് ഇതെല്ലാം അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി. നിങ്ങൾ ചെയ്യുന്ന ക്രയവിക്രയങ്ങളെല്ലാം അവർക്ക് അറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക. അതിനകത്ത് ആരും അമാന്തം വിചാരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഓക്കെ, കാരണം അല്ല, ഈ 10 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ആദ്യം ഒരു SMS ആയിരിക്കും വരുന്നത്, നിങ്ങളിങ്ങനെ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഇത്രയും വോളിയം കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞൊരു SMS വരും. അത് നമ്മൾ റിപ്ലൈ ചെയ്തില്ല, അതിന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഇമെയിൽ വരും, പിന്നെ നമുക്കൊരു ഇൻഡാസ് വരും, ഒരു കുറി എന്നതിന് പറഞ്ഞത് ഒരു കുറി വരും. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അപ്പോൾ കാര്യങ്ങൾ പിന്നെ കുറച്ച് ക്രിട്ടിക്കലാണ്. അപ്പോൾ അതിനേക്കാൾ മുന്നേ നമ്മൾ ഇതൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളും വരത്തില്ല. അതുകൊണ്ട് കാരണം ചെയ്യില്ല ഇതിന് ചിലപ്പോൾ 2 ലക്ഷം രൂപയായിരിക്കും നിങ്ങളുടെ ക്യാപിറ്റൽ. ഞാൻ എക്സാമ്പിൾ പറയാം. 2 ലക്ഷം രൂപ വെച്ച് F&O ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചു. നിങ്ങൾ 2 ലക്ഷം രൂപ വെച്ച് F&O ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ നമ്മുടെ ക്യാപിറ്റൽ ഉള്ളെങ്കിൽ നമ്മുടെ വോളിയം ഭയങ്കര കൂടുതലായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ ചിലപ്പം 10ഉം 15ഉം ട്രേഡ്, 40ഉം 50ഉം ട്രേഡ് ചെയ്യുന്നവരുണ്ട്, അല്ലേ? അപ്പോൾ പല പ്രാവശ്യം നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഒരു ട്രേഡ് എടുത്ത് വിചാരിച്ചു, 10 ലോട്ടിന്റെ ബാങ്ക് നിഫ്റ്റി മേടിച്ചു, അല്ലെങ്കിൽ 10 ലോട്ടിന്റെ നിഫ്റ്റി വാങ്ങിച്ചെന്ന് വിചാരിച്ചു. 10 ലോട്ടിന്റെ നിഫ്റ്റി 100 രൂപയുടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം 2500 രൂപയാവും. 2500 രൂപയുടെ 10 ലോട്ടാകുമ്പോൾ എത്ര, 25,000 രൂപയായി. ആ 25,000 രൂപയുടെ 10 ലോട്ട് നമ്മൾ വാങ്ങിച്ചു, നമ്മൾ ട്രേഡ് ചെയ്തു, അത് വിറ്റു. ഇപ്പൊ 25 50 ടോട്ടൽ വോളി 50,000 ആയി. പിന്നെ നമ്മൾ ട്രേഡ് എടുത്തു, അപ്പൊ പിന്നെ അത് തന്നെ 1 ലക്ഷം രൂപയായി. ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഡെയിലി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ടേൺ ഓവർ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കുക. ടേൺ ഓവർ കഥയൊന്നുമില്ല, പക്ഷെ എനിക്ക് നോക്കുമ്പോൾ വോളിയം കൂടുതലായിരിക്കും. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഈ 2 ലക്ഷം രൂപയാണ് നിങ്ങൾ ട്രേഡ് ചെയ്ത് ചിലപ്പോൾ ഒരു വർഷം നിങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ 1-2 കോടി രൂപ ആയിരിക്കും ഇതിന്റെ ടേൺ ഓവർ, നിങ്ങൾ കണക്ക് കൂട്ടി നോക്കി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ വോളിയം വരുമ്പോൾ നമ്മൾ അത് അവർ നോട്ടീസ് ചെയ്യും. ആര് നോട്ടീസ് ചെയ്യും? ഇൻകം ടാക്സ് നോട്ടീസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നോട്ടീസ് എടുക്കും. ഒന്നുമില്ല, സംഭവം ഒന്നുമില്ല, നമ്മുടെ ക്യാപിറ്റൽ 2 ലക്ഷം രൂപയുള്ളൂ, പക്ഷെ നമ്മൾ ഇതിനെ മറുപടി കൊടുക്കണം. അപ്പൊ ഈ മറുപടി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടം വന്നാൽ നമുക്ക് അടുത്ത 8 വർഷത്തിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ലാഭം വന്നാൽ അടുത്ത വർഷം നഷ്ടം വരുവാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലാഭം വന്നതിനനുസരിച്ചുള്ള നമ്മൾ കൊടുത്താൽ മതിയല്ലോ. ഓക്കെ, നഷ്ടം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷത്തെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും അജ്ഞതയുണ്ട് ഇതിനെപ്പറ്റി. ഇൻകം ടാക്സ് എങ്ങനെ ചെയ്യണോ വേണ്ട, ഇത് വലിയ മഹാസംഭവമാണോ, നമുക്ക് പിടിവീഴുവോ, നമ്മളെല്ലാം കൊണ്ടുപോകോ, വീടും പറമ്പോ എല്ലാം വിറ്റുകൊണ്ട് പോകൊണ്ട് വിറ്റ് കൊടുക്കേണ്ടി വരും എന്നൊക്കെ മിക്ക ധാരണയുണ്ട്. അതൊക്കെ തെറ്റാണ്. പിന്നെ വേറെ ഒരു ധാരണയുണ്ട്. ഓക്കെ, ഇത് കാര്യം അടുത്ത വർഷം നമുക്ക് ഒന്നിച്ച് ഫയൽ ചെയ്യാം, നടക്കുകയില്ല, അങ്ങനെ പരിപാടിയേ ഇല്ല. അതാത് വർഷം ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ വർഷങ്ങൾ പല പ്രീവിയസ് വർഷങ്ങളിലൊന്നും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും വല്ല പിടിവെല്ലാം വീഴുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെല്ലാം ഫൈൻ കൊടുക്കേണ്ടി വരും. പ്രീവിയസ് ഇയറിൽ നമ്മൾ ഉണ്ടാക്കിയ ലാഭമായാലും നഷ്ടമായാലും. അപ്പൊ അതൊന്നും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്.
അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ, അതൊന്നും നമുക്ക് അറിയാം, നമ്മുടെ വിഷയമൊന്നുമല്ല. നമ്മൾ കറണ്ട് ഇയറിൽ നമ്മളിപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുക, നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സെക്യൂർ ആക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. ഞാനിപ്പം നമ്മൾ സാധാരണക്കാരനോട് സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്, അല്ലാതെ ഒരു ബിസിനസ് പിന്നെ ഒരു എന്താ പറയുന്നത് അങ്ങനെ ഒന്നും അല്ലേ സംസാരിച്ചത്. നിങ്ങൾ ഒരു സാധാരണക്കാരൻ മനസ്സിലാകുന്ന രീതിയിൽ സംസാരിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുന്നത്. ഇത് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ എബ്രഹാം ജോസഫ് സാറിൻ്റെ നമ്പർ ഇതിൻ്റെ അടി വെച്ചേക്കാം. ദൈവത്തെ ഓർത്ത് അദ്ദേഹത്തെ ആരും വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് വോയിസ് നോട്ട് അയക്കുക, സാർ ഇന്നതാണ് സംഭവം എന്ന് ചോദിച്ചാൽ അദ്ദേഹം സമയം പോലെ നിങ്ങൾക്ക് മറുപടി അയക്കും. ഞാൻ ഇത് പ്രൊമോഷൻ ഒന്നും അല്ല, അദ്ദേഹം എൻ്റെ CA ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സമീപിക്കാം, നിങ്ങളുടെ വീടിനടുത്തുള്ള ആരെ വേണമെങ്കിലും സമീപിക്കാം. പക്ഷെങ്കിൽ ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കണം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ ഇൻകം ടാക്സ് നിങ്ങൾ ഫയൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ള കാര്യം, NRIs ആണെന്നുണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ട് വേണം, പിന്നെ നിങ്ങളുടെ അതായത് രാജ്യത്തെ അക്കാമ അല്ലെങ്കിൽ നിങ്ങളുടെ ID കാർഡ് ഉണ്ടല്ലോ, ഇപ്പം ഇവിടെ കുവൈറ്റിലാണെങ്കിൽ സിവിൽ ID, ആ കാർഡ് വേണം, നിങ്ങളുടെ കരമടച്ച രസീത് വേണം, ഈ ബിൽഡിംഗ് അടച്ച ബിൽഡിംഗ് ടാക്സിന്റെ റെസിപ്റ്റ് വേണം, പിന്നെ നിങ്ങളുടെ പിന്നെ ആധാർ വേണം, പാൻ കാർഡ് വേണം, പിന്നെ നിങ്ങളുടെ റെസീപ്റ്റ്സ്, നിങ്ങൾ എന്തൊക്കെ പേയ്മെന്റ് അടച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളിപ്പം ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് ഈ സാമ്പത്തിക വർഷത്തിൽ അടച്ച ഇൻഷുറൻസിന്റെ റെസീറ്റ്, നിങ്ങൾ ലോൺ അടയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ലോണ് TDS ബാങ്കിൽ TDS പിടിക്കുക, അതിന്റെ TDS സർട്ടിഫിക്കറ്റ് ഉണ്ട്. എല്ലാ വർഷവും നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് TDS സർട്ടിഫിക്കറ്റ് വരും, ആ TDSന്റെ സർട്ടിഫിക്കറ്റ്. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൂടെ വേണം ഇത് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണമെങ്കിൽ. ഓക്കെ, മനസ്സിലായല്ലോ. ആധാർ വേണം, പാൻ കാർഡ് വേണം, NRIs ആണ് നിങ്ങളുടെ പാസ്പോർട്ട് വേണം, പിന്നെ നിങ്ങളുടെ ടാക്സ് അടച്ച റെസീറ്റ്സ് വേണം, ബിൽഡിംഗ് ടാക്സ് അടച്ച റെസീറ്റ് വേണം. ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ നിങ്ങളുടെ ബ്രോക്കറിന്റെ PL അക്കൗണ്ട്, നിങ്ങൾ ഏത് ബ്രോക്കറിന്റെ കീഴിലാണോ അവിടുത്തെ ടാക്സ് PL ഉണ്ട്, അത് നിങ്ങളുടെ അതിൻ്റെ അകത്ത് പോകാൻ നിങ്ങൾക്ക് കിട്ടും, ടാക്സ് ബാക്ക് ഓഫീസിൽ പോകാൻ കിട്ടും. പിന്നെ ടാക്സ് PL ഒരു വർഷത്തെ, ഒരു സാമ്പത്തിക വർഷത്തെ, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു വർഷത്തെ നിങ്ങളുടെ P&Lന്റെ പ്രിന്റ് വേണം. ടാക്സ് PL എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ PL വേണം. നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ NRI ആണെന്നുണ്ടെങ്കിൽ NREയുടെ ഒരു വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വേണം. പിന്നെ നിങ്ങൾ ഗൾഫിലാണെന്നുണ്ടെങ്കിൽ ഗൾഫിൽ ഒരു വർഷത്തെ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വേണം. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ കരുതി വേണം ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി. ഓക്കെ, അതിന് ഉരുത്തിരിയാൻ വേണ്ടി. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെ മനസ്സിലായി, ഇത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എനിക്ക് എങ്ങനെ ക്ലിയർ ആയിട്ട് പറയണമെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനിയും കാണാം. ഓക്കെ, ബൈ ബൈ.